സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം. എന്തായാലും സഭയ്ക്ക് പുറത്ത് നീണ്ട പ്രതിഷേധം അത് സഭയ്ക്കുള്ളിലേക്കും പ്രതിപക്ഷം വ്യാപിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സഭ തുടരാൻ കഴിയില്ല എന്ന തീരുമാനം ഇന്ന് അവസാനത്തെ ദിവസം കൂടിയായിരുന്നു. തുടങ്ങിയ സമയത്ത് തന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എന്ന പ്രഖ്യാപനം സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ ഉന്തിലും തള്ളിലും BJPയിലെ 2 അംഗങ്ങൾക്ക് പരിക്കേറ്റതടക്കമുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. BJP എംപിമാരെ പ്രതാപ് ചന്ദ്ര സാരംഗിക്കും മുകേഷ് രാജ്പുത്തിനും ഇന്നലെ പരിക്കേറ്റു. അതുകൊണ്ട് ഭരണപക്ഷത്തു നിന്നും സ്വാഭാവികമായി പ്രകോപനം ഉണ്ടായേക്കാം. അതേസമയം തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷത്തിനെതിരെ നിരവധി പരാതികൾ ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത അടക്കമുള്ള വിഷയങ്ങളും ഇന്ന് സഭയിൽ ഉന്നയിക്കാം. സഭ കൂടുതൽ പ്രക്ഷുബ്ധാന്തരീക്ഷത്തിലേക്ക് പോയേക്കാം. ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ കയ്യാങ്കളിയിലേക്കൊക്കെ വഴുതി പോകുമോ എന്ന ആശങ്ക സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ മാർച്ചിനെ ഒരു തരത്തിലും പോലീസ് തടഞ്ഞില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. പക്ഷേ അവിടെ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും തടഞ്ഞില്ല. വിജയ് ചൌക്കിൽ നിന്ന് മാർച്ചായി തന്നെയാണ്, ജാഥയായി തന്നെയാണ് പ്രതിപക്ഷം അംഗങ്ങൾ പാർലമെന്റിലേക്ക് എത്തിയത്. പാർലമെന്റിനകത്തേക്ക് അവർ കടന്നതും യാതൊരു തരത്തിലുള്ള തടസ്സവും കൂടാതെയാണ്. എവിടെയും അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഇത് പ്രതീക്ഷിച്ചതാണോ? അനിശ്ചിതകാലത്തേക്ക് പാർലമെന്റ് പിരിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ സ്പീക്കർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഏത് തരത്തിലായിരുന്നു ഇന്ന് ഫ്ലോർ മാനേജ്മെന്റ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? ലോക്സഭ എന്തായാലും ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പ്രതിഷേധം രാവിലെ വിജയ് ചൗക്കിൽ നിന്ന് ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭാ നടപടികൾ പുരോഗമിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. പിന്നാലെയാണ് ദേശീയഗാനം പാടിക്കൊണ്ട് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് രാജ്യസഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു പാർലമെന്റിന് പുറത്ത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സാധിച്ചത്. രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രതിഷേധ മാർച്ച് അത് നയിച്ചത് മല്ലികാർജുൻ ഖാർഗെയായിരുന്നു. തൊട്ടു പിന്നാലെ മുൻനിരയിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. 2 വരിയായിട്ടായിരുന്നു ഈ വിജയ് ചൗക്കിൽ നിന്ന് മീറ്ററുകൾ മാത്രം ദൂരമുള്ള പാർലമെന്റ് മന്ദിരത്തിലേക്ക് 2 വരിയായി ജാഥയായി പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ മാർച്ച് നടത്തി മുന്നോട്ട് പോയത്. വലിയ സുരക്ഷയുണ്ടായിരുന്നു. നിരോധനാജ്ഞ എല്ലാം തന്നെ നിലനിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ അപ്പോഴും പോലീസ് ഇവരെ തടഞ്ഞുകൊണ്ടൊരു തടസ്സം സൃഷ്ടിക്കാൻ അവിടെ നിന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി ബാരിക്കേഡുകൾ അടുക്കി വെച്ചുകൊണ്ടൊരു നിരയായി ഇവരെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവദിക്കുകയായിരുന്നു. ഇവിടെ പോലെ ഈ പാർലമെന്റിലേക്ക് എത്തുന്ന പ്രതിഷേധത്തെ തടയാതെ തന്നെ അതൊരു പുതിയ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരു ബലപ്രയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ മൈലേജ് കിട്ടും എന്നൊരു ധാരണയുടെ പേരിൽ കൂടിയായിരിക്കാം. മാത്രമല്ല, ലോക്സഭ ആരംഭിക്കുന്നു, നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ സ്പീക്കർ പറഞ്ഞത് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു എന്നാണ്. അതേസമയം രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ്. അതിനിടയിൽ P. ബസന്ത് ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജോയിന്റ് പാർലമെന്ററി സമിതിയിൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടി 39 അംഗ JPC കേരളത്തിൽ K. രാധാകൃഷ്ണൻ ഉണ്ട് എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ കൂടി വരുന്നു. വസന്ത്, രാജ്യസഭാ സുഖമായി മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ സ്ഥിതി എന്താണ്? രതീഷ്, ഇപ്പോൾ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. JPC രൂപവൽക്കരിച്ചുകൊണ്ടുള്ള പ്രമേയം നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ച് ശബ്ദ വോട്ടോടെ അംഗീകരിച്ചതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നുവെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഇന്നും ഉണ്ടായത്. പ്ലക്കാർഡുകൾ ഉയർത്തി ഇന്നും നടുത്തളത്തിലിറങ്ങി അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ജയ് ഭീം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഏറെ നേരം ശബ്ദമുഖരിതമായിരുന്നു സഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവസാനം P. ബസന്തും അർജുൻ പീതാംബരനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യസഭാ നടപടികളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് സ്ക്രീനിൽ കാണാം. മറുഭാഗത്ത് ലോക്സഭയിലേക്ക് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും കാണാം. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്നും സഭയിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ബസന്ത, എങ്ങനെയാണ് രാജ്യസഭയും പിരിഞ്ഞു കഴിഞ്ഞോ? രാജ്യസഭയും ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. JPC രൂപവൽക്കരിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിപക്ഷം ഇന്ന് നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ വിജയ് ചൗക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഭരണപക്ഷത്ത് അംഗങ്ങൾ പ്രേരണാ സ്ഥലിൽ നിന്ന്, അതായത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ധർണ നടത്തി മുന്നോട്ട് വന്നു മാർച്ച് ചെയ്ത് മുന്നോട്ട് വരികയും അവർ സഭയ്ക്കുള്ളിൽ കയറിയ ശേഷം മാത്രമാണ്
പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇന്നലത്തെ പോലെ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വളരെ കരുതലോടെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രവർത്തിച്ചത്. ആരും ഈ പാർലമെന്റിന് മുന്നിൽ കൂട്ടം കൂടി നിന്നില്ല. ധർണയായി മാർച്ചായി വന്ന് പ്രകടനം നടത്തി വന്ന് നേരെ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളാകട്ടെ വിജയ് ചൌക്കിൽ നിന്ന് വന്ന് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ വരാന്തയിൽ കുറെ നേരം നിന്ന ശേഷമാണ് അകത്തേക്ക് കയറിയത്. ഇടയ്ക്ക് KC വേണുഗോപാൽ വന്ന് പാർലമെന്റിലേക്ക് ഭരണപക്ഷ അംഗങ്ങൾ കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് മുന്നിലേക്ക് കയറിയത്.